വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരമായി ക്ഷേത്രത്തിലേക്കൊന്ന് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനിന്ന് നാടൻ വേഷത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കറുത്ത കരയുള്ള സെറ്റും കൊണ്ടുവാണേ. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക്. എൻ്റെ ബർത്ത്ഡേ പിന്നെ എനിക്ക് 2 ഗിഫ്റ്റ് കിട്ടിയിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. അവിടെ പോയി പ്രാക്ടീസിന് പോകണം, കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കം ഓൺ. എനിക്കിങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ദേവിയെ കാണാൻ ഒന്ന് പോകണം കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലോ അങ്ങനെ കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കും. അങ്ങനെ പെട്ടെന്ന് പോയി ഒന്ന് ദേവിയെ കണ്ടു തൊഴുതു. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കറുത്ത കുറിയുണ്ട് ഇഷ്ടമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തിട്ടില്ലെങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ പോയാലും മസ്റ്റായിട്ട് ഞാൻ ഇടുന്നതാണ്. എനിക്കിങ്ങനെ കറുത്ത കുറിയിൽ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോയി ദേവിയൊക്കെ തൊഴുതു. 5:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ നട തുറന്നിട്ടേ ഉള്ളൂ, പൂജയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രാക്ടീസിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം പേര് എത്തിയിട്ടുണ്ട്. പ്രാക്ടീസ് തുടങ്ങാൻ സമയം, അതായത് 31-ാം തീയതി ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് ആഴിമല. അപ്പോൾ ഇത് അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് അങ്ങനെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവൾ ലഡു വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടെ ഞങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. 3 മിനിറ്റും 11 സെക്കൻഡേ ഉള്ളൂ. പെട്ടെന്ന് വേറെ ഇനി അടുത്ത ഫാസ്റ്റ് ഉണ്ട്. ഒരാഴ്ചയുള്ളൂ കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച, അതായത് 31-ാം തീയതിയാണ് പ്രോഗ്രാം വരുന്നത്. ഇതുവരെയും സോങ് സെലക്ഷൻ ഇന്നായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും അതുകൊണ്ടാണ് കേട്ടോ രാത്രിയിൽ കൂടെ നിന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. സ്റ്റേജിൽ കയറി വെയിലും ടെൻഷനാവും. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും അടുത്ത ഇതിലേക്കുള്ള ബ്ലൗസ് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ ഇടുമ്പോഴത്തേക്ക് കാണിച്ചത്, അതാണ് ഞാൻ ബ്ലർ ചെയ്തത്. അത് കളർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ പ്രാക്ടീസ് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നോർമൽ ഒരു ഡേ പോലെ ചെറിയ രീതിയിൽ എന്ന് പറയാം കേട്ടോ. നോർമലി ഞാനങ്ങനെ കേക്ക് കാര്യങ്ങളൊന്നും ഞാനായിട്ട് വാങ്ങാറില്ല. ആരെങ്കിലും കൊണ്ട് തരികയാണെങ്കിൽ കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്തെങ്കിലും എല്ലാ ഇയറിലും എന്തെങ്കിലും ഗിഫ്റ്റ് തരും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഈവനിങ് അങ്ങനത്തെ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്നെ സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞാലും രാത്രി ഉറങ്ങിയപ്പോഴത്തേക്ക് നല്ല ലേറ്റായി. ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേക്കും. അപ്പോൾ വന്നപ്പോഴത്തേക്ക് രാവിലത്തെ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ എന്തായാലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാക്ടീസിന് പോയപ്പോഴത്തേക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ വെറും 2 ഗിഫ്റ്റ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുകയാണെങ്കിൽ ഇത് പോത്തീസിൽ നിന്ന് വാങ്ങിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്ന ഗിഫ്റ്റാണ്. അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് എന്നൊക്കെ പറയും പോലെ എനിക്ക് വാങ്ങി തന്നെ ഒരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് കളർ. അതിന് പുറമെ ഒരു നെറ്റിൻ്റെ, ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു പ്ലെയിൻ നെറ്റിൻ്റെ സാരി വാങ്ങണം. എനിക്ക് വല്ലാത്ത നോർമൽ സാരീസൊക്കെ ഉണ്ട്, നെറ്റിൻ്റെ ആയിട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ ആളിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെ മനസ്സിലായോ ആവോ എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഉടുത്തില്ല, ജസ്റ്റ് നോക്കി അപ്പോഴത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടുത്തിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുക്കണം, എവിടെയെങ്കിലുമൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അടിപൊളി സാരിയാണ് കേട്ടോ, അടിപൊളി സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഫുൾ നെറ്റാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ മുന്താണി ആ പോർഷൻ വരുമ്പോഴത്തേക്കാണ് കേട്ടോ. ഇതിങ്ങനെ കാണുന്നതിനെ കാട്ടിലും ഉടുക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത്. ഫുൾ നെറ്റ്. ഇത് നമ്മുടെ ഉടുക്കുന്ന ഭാഗം വരും, ബാക്കിയുള്ളിടത്തൊക്കെ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു കേട്ടിയാണേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അമ്മ കുറച്ച് ദിവസമായി തന്നിട്ട്, എൻ്റെ ബർത്ത്ഡേയുടെ അല്ല, ജനുവരിയിൽ തന്നെയാണ് തന്നേ. കഴിഞ്ഞ വീക്ക് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. ഇതും ഞാൻ അമ്മ കോൾ ചെയ്ത് കാണിച്ച് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണേ. എനിക്ക് ഈ ഒരു കളറില്ല, അങ്ങനെ വാങ്ങിയതാ. ഒരു അടിപൊളി ഒരു യെല്ലോ കളറുണ്ട്. യെല്ലോ കളർ നോർമലി ഞാൻ അങ്ങനെ വാങ്ങാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വാങ്ങാത്ത കളറുകളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത്. കണ്ടോ,
നല്ല അടിപൊളി, നല്ല ഹെവിയാണ് കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പട്ട് സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സാരി ഉടുക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ഒരു പട്ട് സാരിയാണ് കേട്ടോ അമ്മ വാങ്ങി തന്നത്. പിന്നെ ഗ്രേപ്പ് വൈനോ അങ്ങനെ ഒരു കളർ കേട്ടോ, അതാണ് ബോർഡർ വരുമ്പോഴത്തേക്ക്, സാരി ബോർഡർ വരുമ്പോഴത്തേക്ക്, ബോർഡർ അല്ലല്ലോ വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരും. അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ 2 ഗിഫ്റ്റുകൾ. പിന്നെ എൻ്റെ അമ്മ വാങ്ങി തന്നു. അമ്മ നോർമലി കഴിക്കാനാണ് കേട്ടോ വാങ്ങി തരുന്നത്. അങ്ങനെ ഗിഫ്റ്റിനെക്കാട്ടിലും കൂടുതലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേണ്ടി അല്ല ചിലർ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അതൊക്കെ അപ്പം തന്നെ കഴിച്ചു തീർത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.